ലക്ഷത്തിന് താഴെയുള്ള എമൗണ്ടിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ളതാണ്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഏറ്റവും ടോപ്പ് എൻഡ് ക്ലച്ച് ഉണ്ടാകാം, അതും ലോ കിലോമീറ്റർ വണ്ടിയിൽ. ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് സീറ്റിന്റെ ഹൈറ്റ് താത്താം. 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മിറേഴ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ഓഡിയോ കൺട്രോൾസ്, 9 ഇഞ്ച് ടച്ച് സ്ക്രീന്, ഹാൻഡ് റെസ്റ്റ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡും ആണ്. മൈലേജും ഉണ്ട്, കുറഞ്ഞ അത്യാവശ്യം മെയിൻ്റെനൻസും കുറവുള്ള ഒരു വാഹനമാണ് അല്ല. ഡീസൽ വണ്ടിയാണ്, ലോ കിലോമീറ്റർ ആണ്. 2.5 ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. ഫുൾ ഓൺലൈൻ വണ്ടി ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു ഷോറൂമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒത്തിരി കാറുകൾ ഉണ്ട് എന്നുള്ളതാണ്. സാധാരണക്കാരന് പറ്റിയ ചെറിയ ബഡ്ജറ്റിലുള്ള SUVകളും ചെറുകാറുകളൊക്കെ നല്ലോണമുള്ള ഒരു അടിപൊളി ഷോറൂമാണ് മൊഹ്സിൻ കാർസ്. അപ്പോൾ നമുക്ക് എല്ലാം ബഡ്ജറ്റ് റേഞ്ച് ഒത്തിരി വാഹനങ്ങളുണ്ട്. മൈലേജ് കിട്ടുന്ന 7 സീറ്ററുകൾ, ന്യൂ മോഡൽ ബലേനോ, വെൻഡോ, ക്രെറ്റ, അതേപോലെ തന്നെ നമുക്ക് WRV എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഷോറൂമാണ്. നമുക്ക് ആദ്യം മുമ്പ് ഉണ്ടായിരുന്ന ഒന്നുകൂടി വിപുലീകരിച്ച് പുതിയൊരു ഷോറൂം ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ് അല്ലേ. അപ്പോൾ കുറെ കാലമായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ടല്ലേ. അപ്പോൾ മൊഹ്സിൻ കാർസ് നമുക്ക് ഈ ഒരു പുതിയ ഷോറൂമിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് നമ്മളെ കുളപ്പുറം കാലിക്കറ്റ് എയർപോർട്ട് റോഡ് ഉണ്ടല്ലോ, കുളപ്പുറത്ത് നിന്ന് എയർപോർട്ട് റോഡിലൊരു AR നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കുളപ്പുറം ഹൈവേയിൽ നിന്ന് നമുക്ക് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള കുളപ്പുറം റോഡിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കുന്നുണ്ട്. AR നഗർ ആണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അല്ലേ. പക്ഷെ നമുക്ക് ഒരു SUV തുടങ്ങാലൊക്കെ, നമ്മളെ ക്രെറ്റയിൽ നിന്ന് തുടങ്ങാം. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് SUV ടൈപ്പ് വാഹനങ്ങളാണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന വൈറ്റിൽ നമുക്ക് വയനാട് രജിസ്ട്രേഷൻ വാഹനം അല്ല. അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2023 മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 2023 ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓപ്ഷണൽ അല്ലേ, ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ടച്ചപ്പ് ഒന്നുമില്ല, ഫുൾ ക്ലീൻ വണ്ടി. ടച്ചപ്പ് വരെ കേറാത്ത വണ്ടി, നല്ല വണ്ടിയാണ്. നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന് നമ്മള് ഒരു 17,500 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 17,000 രൂപക്ക് വെറും 29,000 കിലോമീറ്റർ, അത് 23 ഏറ്റവും ടോപ്പ് എൻഡ് 22 സംതിങ് വില വരുന്ന വണ്ടി കൂടിയാണ്. നമുക്ക് എത്ര രൂപയ്ക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം ഒരു 16,500-17,000 അടുത്ത് തന്നെ ലോൺ ചെയ്യാം. അപ്പോൾ 1 ലക്ഷത്തിന് താഴെയുള്ള എമൗണ്ടിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ളതാണ്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഏറ്റവും ടോപ്പ് എൻഡ് ക്ലച്ച് ഉണ്ടാകാം, അതും ലോ കിലോമീറ്റർ വണ്ടി. അത് നമുക്കൊരു കിടിലം വാഹനമാണ്. ഇത് സൺറൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന ഹോണ്ടയുടെ WRV ആണ്, പാലക്കാട് രജിസ്ട്രേഷൻ ആണ്, ഫാൻസി നമ്പർ അടക്കം വരുന്നുണ്ട്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ വണ്ടി, 2017 വണ്ടി. 17 വണ്ടിയാണ്. ഡീസൽ വണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് തന്നെയാണ് അല്ലെ. നല്ല മൈലേജ് ആണ്, അത്യാവശ്യം നല്ല മൈലേജ്. 20 മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. 4 വരെയൊക്കെ കമ്പനി പറയുന്നുണ്ട്. ഒരു 22 എന്തായാലും കിട്ടും. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണറിൽ 72,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സെക്കൻഡ് ഓണറുമാണ്, 72,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഉള്ള വണ്ടി കൂടിയാണ്. ഇത് നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് സീറ്റിന്റെ ഹൈറ്റ് താത്താം. 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മിറേഴ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ഓഡിയോ കൺട്രോൾസ്, 9 ഇഞ്ച് ടച്ച് സ്ക്രീന്, ഹാൻഡ് റെസ്റ്റ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡും ആണ്. മൈലേജും ഉണ്ട്, കുറഞ്ഞ അത്യാവശ്യം മെയിൻ്റെനൻസും കുറവുള്ള ഒരു വാഹനമാണ് അല്ല. നമുക്ക് എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വാഹനത്തിന് നമ്മൾ 8,500 രൂപയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഒരു 8,400 രൂപയ്ക്കൊക്കെ വണ്ടി നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ 25,000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 7 രൂപ ഫിനാൻസ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം സ്കോറും ട്രാൻസാക്ഷനും ഒക്കെ നല്ല ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടും. ഒരു 1.25 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ളതാണ്. അടുത്ത നമുക്കൊരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് മാരുതിയുടെ ഒരു കിടിലം വാഹനമാണ്. അടിപൊളി കളറ്, അതും ഡീസലില് ഒരു എർട്ടിക. നമുക്ക് നിലവിലിപ്പോൾ മാരുതി ഡീസൽ പ്രൊഡക്ഷൻ നിർത്തിയതുകൊണ്ട് ഡീസൽ വണ്ടി നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലേ. 2019 മോഡല്. നമ്മൾ ഡീസലിലെ ഏറ്റവും അവസാന ജനറേഷൻ അല്ലേ, അവസാനത്തെ വണ്ടി. ഇനി ഡീസലില് എർട്ടിക ഉണ്ടാവില്ല, എന്നുവെച്ചാലൊക്കെ പെട്രോളേ ഉള്ളൂ. സോ നല്ല മൈലേജും 18-20 മൈലേജും കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. അത് നമുക്ക് സെൻട്രൽ AC കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വീഡിയോ ഓപ്ഷൻ വരുന്നത് വീഡിയോ ഓപ്ഷൻ ആണ്. ഫസ്റ്റ് ഓണറിലാണ് വണ്ടി ഉള്ളത്, സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? എങ്ങനെയാ കിലോമീറ്റർ 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. ചോദിക്കുന്നത് ഇതിന് നമ്മൾ 10.5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നുണ്ട്. 10 അല്ല, ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു
1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടിയാണ്, ലോ കിലോമീറ്റർ ആണ്. നമ്മൾ ഇത്രയും കുറഞ്ഞ ഡീസൽ വണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ? അതെ, റയർ കേസാണ് ഇപ്പോൾ. ഓക്കെ, ഇത് നമുക്കൊരു കിഡ്ലം സെഡാനിലോട്ടാണ് പോകുന്നത്. ഫോക്സ് വാഗന്റെ വെൻഡോ. അത്യാവശ്യം നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു കിഡ്ലം വാഹനം. അത്യാവശ്യം പെർഫോമൻസും നല്ല ബോഡി വെയിറ്റും ഒക്കെ വരുന്ന ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 10 മാസം വണ്ടി. 2011 10 മാസം. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും ബിൽഡ് ക്വാളിറ്റിയും യൂസൈഡ് എയർ ബാഗ്, റിയർ AC വെന്റ്, ഫോട്ടോ പവർ വിൻഡോ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡും ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇല്ല? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ടയേഴ്സ് 80% ടയേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അതേപോലെ സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത്. കിലോമീറ്റർ വന്നിട്ട് 94,000 കിലോമീറ്റർ വണ്ടി ഓടിയുണ്ട്. ലോ കിലോമീറ്റർ ആണ്. എത്ര ചോദിക്കും നമ്മളിതിന്? നമ്മൾ 2,35,000 രൂപ. ചെറിയൊരു പൈസക്ക് ഏകദേശം 10-12 ലക്ഷം രൂപ പുതിയതിന് വന്നിരുന്ന വണ്ടിയാണ്. അതാണിപ്പോ നമുക്ക് പിന്നെ ഒരു 2-2.5 ലക്ഷം രൂപ കൊണ്ടുപോകാം. 1.25 ലോണും അവൈലബിൾ ആണ്. അപ്പൊ ഒരു 19 രൂപ വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു സ്കോഡയുടെ ഫാബിയ, അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡ്ലം വാഹനമാണ്. അത്യാവശ്യം ബോഡി വെയിറ്റും മൈലേജും ഒക്കെ കിട്ടുന്ന ഒരു വാഹനം അല്ല? ഇതിന്റെ ഇമ്പോർട്ടന്റ് അലോയ് ആണ് കേട്ടോ. അത് നമുക്ക് ഒറിജിനൽ കമ്പനി തന്നെയാണ് അല്ലേ? കമ്പനിയുടെ അലോയ് ആണ്. ടയേഴ്സും അത്യാവശ്യം വരുന്നുണ്ട്. ഗിയറൊക്കെ നോക്കി നിങ്ങൾ നല്ല അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട്. അതും 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയില്ല? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2010-11 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1,17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ വേരിയന്റ് ആണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. വണ്ടിക്ക് നമുക്ക് 1,35,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 1.35 ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ബാക്കിലെ ഫുൾ 2 ഫുള്ളാണ്. ഫ്രണ്ടിൽ ആവറേജ് ടയറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ചെറിയൊരു പൈസക്ക് ഒരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ദെൻ ഏറ്റവും ന്യൂ ഫേസിൽ വരുന്ന ഒരു ബലേനാണ്. അത് നിലവിൽ നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫേസ്. അത് നമുക്ക് ഇതിനെ പ്രൊജക്ടർ ലാംപ്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ടോപ്പ് എൻഡ് ആണ്. അല്ല, ടോപ്പ് എൻഡ് അല്ല, സീറ്റ് ഓപ്ഷന്. ഇതിൽ നമുക്ക് ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ 360 ക്യാമിന്റെ കുറവുണ്ട്. ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അലോയ്സ് അടക്കം വരുന്നുണ്ട്. അത് നമുക്ക് സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ്, കമ്പനി ഇൻബിറ്റ് ടച്ച് സ്ക്രീന്, എയർ ബാഗ്സ്, റിയറിൽ AC വെന്റ്, നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം അടക്കം വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2023 മോഡല് 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. എത്ര ചോദിക്കും നമ്മള്? ഇത് നമുക്ക് 8,400 രൂപയ്ക്ക് കൊടുക്കാം. 8,400 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂത്? ഇത് 7 രൂപയോളം ഫിനാൻസ് അവൈലബിൾ. 7 രൂപ വരെ നമുക്ക് ലോണും കിട്ടൂല. അതൊരു ബഡ്ജറ്റ് കാറിൽ നമുക്ക് കാപ്പാറ്റൂലൊക്കെ എഞ്ചിനിലൊക്കെ വരുന്ന ഒരു കിടലം ഐറ്റൺ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി അല്ലേ? ഐറ്റൺ സ്പോർട്സ് ആണ്. സ്പോർട്സ് അന്നത്തെ ടോപ്പ് എൻഡ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കും ആണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? മോഡല് 2013 95,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. ഓക്കെ, പക്കല്ല വണ്ടി? നല്ല ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്. മറ്റ് മേജറായ റീപ്ലേസുകൾ ഒന്നുമില്ല. എത്ര നമ്മൾ ഈ ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്ക് ചോദിക്കുന്നത്? നമ്മൾ 3 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 3 ലക്ഷം രൂപ അല്ല? ലോൺ സൗകര്യം ഉണ്ടാവും അതിന്? ഇതിന് ലോൺ ഉണ്ടല്ലോ, ലോൺ കിട്ടും. ഏകദേശം 2 രൂപയ്ക്ക് നമുക്ക് ലോൺ കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു കിഡ്ലം വാഹനമാണ്. ഫിയറ്റിന്റെ അവഞ്ചറ അല്ല? അവഞ്ചറ. അതായത് ഒരു കോമിക് ടൈപ്പിൽ ഒരു കിഡ്ലം SUV ടൈപ്പിൽ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം. നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2016 മോഡല് സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത്. ഇന്റീരിയർ ഒക്കെ നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ് അല്ലേ? നല്ല ഹെഡ് റൂമും നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ബോഡി വെയിറ്റ് നല്ല ബോഡി വെയിറ്റ് ആണ്. അതുകൊണ്ട് ഡീസലും അല്ല വരുന്നത്? ഡീസലില് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയില്ല. മോഡൽ 2016. കിലോമീറ്റർ 97,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? ഇതിന് നമ്മൾ 3,35,000 ചോദിക്കുന്നുണ്ട്. 3.35 അല്ലേ? അപ്പൊ ചെറിയൊരു പൈസക്ക് ഒരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. അത് SUV വാഹനം. ഇത് വീണ്ടും നമുക്ക് സ്കോഡ റാപ്പിഡ്, അതും ഫുൾ ബ്ലാക്ക് ഇല്ല? അതെ, നല്ല കിഡ്ലം വണ്ടിയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2015 മോഡൽ ഫുൾ വേരിയന്റ് വണ്ടി. ഏറ്റവും ടോപ്പ് അല്ല? ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണോ വരുന്നത്? ഡീസൽ ഓട്ടോമാറ്റിക്. 1,80,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ, അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കില് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ചെറിയൊരു പൈസ കൊടുക്കാം അല്ലെ? നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കില് ഏറ്റവും ഫുൾ ലോഡ് സ്കോഡന്റെ റാപ്പിഡ്. ലോണ് നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും?
ഇതിന് 3-3.5 അടുത്തൊക്കെ കിട്ടാൻ സാധ്യത. 50 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. സ്കോഡയുടെ വണ്ടികളിൽ ലോൺ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളിൽ പെട്ടതാണിത്. ഓക്കെ. അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു കിഡ്ലം വാഹനമാണ്. നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫറബിളി ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വാഹനം കൂടിയാണ് മാരുതി സുസുക്കി എക്സ്പ്രസോ. അതും ഗ്രേ ഫിനിഷിങ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല പൊളിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല പൊളിയാണ്. കമ്പനി ഇൻബിൽട്ട് ആയിട്ട് സ്റ്റീരിയോ, എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുമുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? ടയറൊക്കെ എല്ലാം ഫുള്ളാണ്. അതേപോലെ 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? നമുക്ക് 3,60,000 ആവശ്യപ്പെടുന്നുണ്ട്. ഏകദേശം 10 രൂപ വണ്ടി ഇറക്കാം. അതെ 3 ലക്ഷം രൂപയ്ക്ക് ലോൺ കിട്ടും. ഇതായത് നമുക്കൊരു വാഗ്നർ വരുന്നുണ്ട്. സിൽവർ ഫിനിഷിംഗ് ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിയറിൽ വൈപ്പർ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കേൾട്ടർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010 മോഡല്, ലോ കിലോമീറ്റർ ആണ്. 65,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? ഓൺഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്, സിംഗിൾ ഓൺഷിപ്പ് കൂടിയാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് നമുക്ക് ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വാഗണർ. ഇക്ക നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 2.10 നമുക്ക് കൊടുക്കാം. 2.10 അല്ലേ? ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ചെറിയൊരു പൈസക്ക് നമുക്ക് വണ്ടി ലോൺ അവൈലബിൾ ആണ്. ലോൺ അവൈലബിൾ ആണ്. ഞാനൊരു ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള LXI AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ അടക്കം വരുന്ന നല്ലൊരു കിഡ്ലം വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2013 മോഡല്. ഇതും സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. കിലോമീറ്റർ 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 67,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അത്യാവശ്യം നല്ല പൊളിയാണ്. റൂഫ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, അഡീഷണൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ, ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനം. നമുക്ക് എത്ര രൂപ ചോദിക്കുന്നതിന്? 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 2.5 ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് ഏകദേശം കിട്ടും. 2ന്റെ മുകളിലായിട്ട് തന്നെ ലോൺ കിട്ടും. ഒരു 10-40 രൂപ ചെറിയ പൈസ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കൊടുക്കാം, വണ്ടി ഇറക്കാം. അടുത്ത 2 കിഡ്ലം നാനോസ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ റെഡില് പക്ഷെ നല്ല ടയറ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. നമുക്ക് ഇവിടുത്തെ തിരൂരങ്ങാടി രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. 2 നാനോയും നമുക്ക് ഇവിടെ തിരൂരങ്ങാടി തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2015 മോഡലാണ്. ട്വിസ്റ്റ് ആണ് അല്ലേ? ട്വിസ്റ്റ് ആണ്. ഡിക്ക് ഓപ്പൺ ചെയ്യാം. അതേപോലെ എന്താ പറയാ, ഇതില് ഫുള്ളിന്റെ നേരെ താഴെയുള്ള വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സീറ്റ് കവർ നല്ല ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്ന വണ്ടി. 67,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ. പവർ വിൻഡോ അടക്കം അഡീഷണൽ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന്? 1,50,000. 1.5 അല്ലേ? നമുക്ക് ചെറിയൊരു പൈസക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി അല്ലേ? മൈലേജും കിട്ടും. ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ. റീപ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ്. ഇതും ടിസ്റ്റ് തന്നെയാണ് വരുന്നത് അല്ലേ? അതെ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല നീറ്റാണ്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നൊരു വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അത്? ഇത് 1.15 ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയില്ല? അതെ. ഇത് നമുക്കൊരു കിള്ളം SUV-ലോട്ടാണ് പോകുന്നത്. റെനോ ഡസ്റ്റർ. ഇത് ഏതായിരുന്നു? PSC 85 ആണോ? 85 ആണ്. 2012 മോഡല്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ. നല്ല ബോഡി വെയിറ്റും അത്യാവശ്യം മൈലേജും. 85 അതുകൊണ്ട് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം അല്ല? ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ട്. 5ാമത്തെ ഓണറിലാണ് വണ്ടി ഉള്ളത്. നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 3 ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ലൊരു കിട്ടുള്ള SUV ഉണ്ടാകാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയില്ല. അതൊരു കിഡ്ലം സ്വിഫ്റ്റ് ആണ്. അതും കേൾട്ടർ രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു നോക്കാം മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡല്, ടോപ്പ് എൻഡ് വേരിയേഷൻ ആണ്. ZDI ഏറ്റവും വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണറിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ. ഇത് നമുക്ക് 2019 മോഡൽ. 19 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഡീസൽ വേരിയന്റ്. ഓക്കെ. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. നമുക്ക് ഡീസൽ ആകുമ്പോൾ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? വണ്ടി ഇറങ്ങുന്നില്ല. പിന്നെ കാരണം നമുക്ക് ഈ ഒരു വേരിയന്റിൽ അത്യാവശ്യം നമുക്ക് 20-22 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 7,10,000 വണ്ടി കൊടുക്കും. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഏകദേശം തന്നെ ലോൺ അവൈലബിൾ കിട്ടും. അപ്പൊ നമുക്ക് നല്ല ട്രാക്കിന് ഫുൾ ഓൺലൈൻ വണ്ടി ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് വീണ്ടും ഒരു എർട്ടിഗയാണ് 7 സീറ്റർ.
നമുക്ക് കൊയിലാണ്ട് രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2017 ഹൈബ്രിഡ് വണ്ടി. 2017 ഹൈബ്രിഡ്, ഡീസൽ ഹൈബ്രിഡ് അല്ല? ഡീസൽ VDIയിലാണ് വണ്ടി. 1,25,000 വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ. 3 ഓണർഷിപ്പാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ആക്സിഡന്റ് ക്ലെയിം, റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നുമില്ല. എത്ര ചോദിക്കുന്നത് നമ്മള്? നമുക്കിതിന് ഒരു 6,75,000 വണ്ടി കൊടുക്കാം. 6,75 അല്ലേ? ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന് ലോൺ ഒരു 6.5 തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. 25 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ ചെറിയൊരു പൈസക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ 7 സീറ്റർ ഡീസൽ ഹൈബ്രിഡ് വാഹനം, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഫ്രണ്ട്സ്, നമ്മളിന്ന് മോസിംഗാസിലായിരുന്നു. പുതുതായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് മുമ്പ് വേറെ ഷോറൂം ഉണ്ട്, ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് ഒന്ന് പ്ലേസ് ഒക്കെ നമ്മൾ ഹൈവേ വന്നപ്പോൾ ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ ഹൈവേയിൽ നിന്ന് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ട് റോഡിൽ കൊളപ്പുറത്തുനിന്നും AR നഗറിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഔട്ട്.